ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ അക്രമിയെ മുഖ്യമന്ത്രിയുടെ കരണത്തടിച്ചു. സംഭവത്തിൽ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം മുഖ്യമന്ത്രിക്ക് പോലും സംരക്ഷണമില്ലാത്ത, സുരക്ഷിതമല്ലാത്ത സ്ഥലമായി രാജ്യതലസ്ഥാനം മാറി എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സിബി ചേരുകയാണ്. സിബി, ഇപ്പോൾ ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലായിരുന്നോ ഈ ആക്രമണം? ശരത്ത്, ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇന്നിപ്പോൾ രാവിലെ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അവരുടെ വസതിക്ക് മുന്നിൽ, സിൽവർ ലൈനിലെ വസതിക്ക് മുന്നിൽ, സിവിൽ ലൈനിലെ വസതിക്ക് മുന്നിൽ അവർ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 35 വയസ്സുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മുഖ്യമന്ത്രി ജനങ്ങളെ കാണുന്നതിനിടയിലാണ് ഈ ഒരു 35 വയസ്സുള്ള യുവാവ് അടുത്തേക്ക് എത്തുകയും മുഖ്യമന്ത്രിയുടെ മുഖത്ത് അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ ഈ യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഈ യുവാവിന് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തെ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ദില്ലി മുഖ്യമന്ത്രിക്ക് പോലും രാജ്യതലസ്ഥാനത്ത് രക്ഷയില്ലാത്ത ഒരു സാഹചര്യം, രാഷ്ട്രീയമായ സാമൂഹികമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. ദില്ലിയിലെ പ്രാദേശിക ഘടകം, BJP ഘടകമെല്ലാം തന്നെ ശക്തമായി ഈ ഒരു സംഭവത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെയാണ് ഈ ജനസമ്പർക്ക പരിപാടിക്കിടെ ഈ ദില്ലി മുഖ്യമന്ത്രിയുടെ ഈ വസതിക്ക് മുന്നിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതേക്കുറിച്ച് വലിയ പ്രതിപക്ഷ വിമർശനം വന്നിട്ടുണ്ട്. BJP ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഇത് മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ കരണത്തടിക്കുന്ന വിധത്തിൽ, അത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലാണിത് സംഭവിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണോ? പിടിയിലായ ഈ അക്രമിയെക്കുറിച്ച് ഒക്കെ വിവരങ്ങൾ കൂടുതലായി എന്തെങ്കിലും വരുന്നുണ്ടോ? ഈ പിടികൂടിയ അക്രമിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാൾക്ക് മറ്റെന്തെങ്കിലും മാനസിക അസ്വസ്ഥമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയാനായിട്ടില്ല. എന്തായാലും ഈ ഒരു സംഭവത്തെ ഇപ്പോൾ ശക്തമായി അപലപിച്ചിട്ടുണ്ട് BJP നേതൃത്വം. അതുകൂടാതെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ മുഖ്യമന്ത്രിക്ക് പോലും രക്ഷയില്ല എന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രതികരണവുമായി കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു അക്രമ സംഭവമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ നടന്നത്. ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അവരുടെ വസതിക്ക് മുന്നിൽ ജനങ്ങളുമായി സംസാരിക്കുകയും ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് BJPയും ഈ സർക്കാരും കാണുന്നത്. ഇപ്പോൾ ഈ അക്രമിയുടെ ലക്ഷ്യം എന്താണെന്നോ, എന്ത് കാരണം കൊണ്ടാണ് ഈ ആക്രമിച്ചടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ മണിക്കൂറിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. വരും മണിക്കൂറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അക്രമിയുടെ ലക്ഷ്യം എന്താണെന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. ഈ ആക്രമണ കാരണം എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിലേക്കാണ് ഇനി കൂടുതൽ വിവരങ്ങൾ വരാനുള്ളത്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പറഞ്ഞത്. രാവിലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ, ദില്ലി മുഖ്യമന്ത്രിയുടെ രേഖാ ഗുപ്തയുടെ ജനസമ്പർക്ക പരിപാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് അക്രമി ഇതിന് പ്രേരിപ്പിച്ചത്, ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ.